കഴിഞ്ഞ ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേരാണ് മരണമടഞ്ഞത്. ഇതേ തുടർന്ന് രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അനധികൃതമായി കടന്നുകൂടി ട്രെയിൻ ആക്രമിക്കുന്നവരെയും തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരെയും കണ്ടുപിടിക്കാനുള്ള, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വലിയ നീക്കം, വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ CRPF കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 പേരെയാണ് ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സസാറാം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വലിയ ഒരു അനാർക്കിസം, അതായത് വലിയൊരു അരാജകത്വം, ട്രെയിൻ ഇവർ നശിപ്പിക്കുന്നതിനിടയിൽ അവിടെ ആൾക്കാർ ഇവർക്ക് വളഞ്ഞുകൂടുന്നു. പോലീസ് ഉടനെ എത്തി ഇവരെ മർദ്ദിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. പ്രയാഗ്രാജിലേക്ക് ബീഹാറിൽ നിന്നും പോകുന്ന ട്രെയിനാണ് ഇവർ നശിപ്പിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം കുംഭമേളയ്ക്ക് പോകുന്ന ട്രെയിൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും വലിയ ഞെട്ടലാണ് രാജ്യത്തിന് ആ ദൃശ്യങ്ങളിലൂടെ ഉണ്ടായത്. ഇപ്പോൾ അതിലാണ് CRPF അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിന റെയിൽവേ സ്റ്റേഷനിലും വലിയ രീതിയിലുള്ള അറസ്റ്റ് നടക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുംഭമേളയുമായി ബന്ധപ്പെട്ട് അസാനോൾ റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഈ തിരക്ക് നിയന്ത്രിക്കാനും ഇപ്പോൾ CRPF നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സംഘം റെയിൽവേ സ്റ്റേഷൻ 28-ാം തീയതി വരെ അടച്ചിടാനുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സസാറാം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. സംഘം റെയിൽവേ സ്റ്റേഷൻ കുംഭമേളയിലേക്ക് പോകാനുള്ള തിരക്ക് കണക്കിലെടുത്ത് 28-ാം തീയതി വരെ അടച്ചിടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ പല ഭാഗത്തും രാജ്യത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രാജ്യത്തിനകത്തും പുറത്തു നിന്നും ഭക്തർ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്നുണ്ട്. മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ ബീഹാറിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പോകുന്നത്. അതുകൊണ്ട് ബീഹാറിലെ പല പ്രധാന റെയിൽവേ സ്റ്റേഷനുകളും ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. സസാറാം റെയിൽവേ സ്റ്റേഷനിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. റെയിൽവേ സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തിയ കേസിൽ 5 ആക്രമികളെ RPF ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ബിന റെയിൽവേ സ്റ്റേഷൻ തകർത്ത വ്യക്തിയെയും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സുരക്ഷാ സേന കർശന നടപടി സ്വീകരിക്കുകയും ഈ ആക്രമികളെല്ലാം കർശനമായി ശിക്ഷിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില അനിയന്ത്രിത യാത്രക്കാർ കനത്ത നാശനഷ്ടങ്ങൾ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഉണ്ടാക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അവരെല്ലാം CCTV വഴി ഐഡന്റിഫൈ ചെയ്യുകയാണ്. പോരാത്തതിന് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ദൃശ്യങ്ങളും പോലീസ് റെഫറൻസിനായി എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റെയിൽവേ ഭരണകൂടം വളരെയധികം ജാഗ്രത ഇപ്പോൾ പാലിക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. മുഴുവൻ കാര്യത്തിലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് പുറമെ CRPയുടെയും ലോക്കൽ പോലീസിന്റെയും സഹായവും സ്വീകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സസാറാം റെയിൽവേ സ്റ്റേഷനിലെ RPF ഇൻസ്പെക്ടർ സഞ്ജീവ് കുമാറാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അക്രമാസക്തമായി പെരുമാറുന്ന ആൾക്കാരെ ജനക്കൂട്ടം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഒഴിവാക്കാനായി ഇവരെ തെരഞ്ഞുപിടിച്ച് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കനത്ത സുരക്ഷ ഒരുക്കി പോലീസ് ഇപ്പോൾ പിടികൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.